ഇഷാൻ പ്രണവ് കുമാർ പാണ്ഡെ കിഷൻ, നമ്മുടെ ഇഷാൻ കിഷൻ ദി പോക്കറ്റ് ഡൈനാമോ. 2026 ശരിക്കും ഇഷാൻ കിഷൻ്റെ വർഷം തന്നെ പറയാം. അതുപോലത്തെ ഫിനോമിനൽ പെർഫോമൻസ് ആണ് ഇഷാൻ കിഷൻ കാഴ്ചവെച്ചത്. ആദ്യം സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിനെ ക്യാപ്റ്റൻ ചെയ്തു, കപ്പടിച്ചു. അത് കഴിഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷം ഒരു ഫിനോമിനൽ കംബാക്ക് ടു ഇന്ത്യൻ ടീം. അത് ആ ന്യൂസിലൻഡ് സീരീസ് ഇഷാൻ കിഷൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ട്രിവാൻഡ്രത്ത് വെച്ച് ഒരു സെഞ്ചുറി അടക്കം ആ സീരീസിൽ ഉടനീളം ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. അതിനുശേഷം വേൾഡ് കപ്പിലേക്ക് വന്നു. വേൾഡ് കപ്പിലെ സെക്കൻഡ് ഹയസ്റ്റ് റൺ ഗെറ്റർ പ്ലസ് വേൾഡ് കപ്പ് വിന്നർ. അങ്ങനെ എല്ലാം കൊണ്ടും മികച്ച ഒരു വർഷം ഇഷാൻ കിഷന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ IPLലേക്ക് വരുമ്പം സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തെക്കുറിച്ച് കുറേ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പാറ്റ് കമ്മിൻസ് അവരുടെ ആദ്യത്തെ മാച്ചുകളിൽ ഉണ്ടാവില്ല, അതുകൊണ്ട് അഭിഷേക് ശർമ്മയെ ആയിരിക്കും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്ന് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കണ്ടു. പക്ഷേ അഭിഷേക് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഫോമിലേക്കൊക്കെ ഒന്ന് തിരിച്ചു വരുന്നതേ ഉള്ളൂ. ക്യാപ്റ്റൻസി പ്രശ്നം എല്ലാം കൂടി ആകുമ്പം ചിലപ്പം അഭിഷേകിന് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം ക്യാപ്റ്റൻ സ്ഥാനം ഇഷാൻ കിഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 2026 സീസണിൽ ആദ്യം നയിക്കുന്നത് ഇഷാൻ കിഷൻ ആയിരിക്കും. ഇഷാൻ കിഷന് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഇയർ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ കൂടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി, ആദ്യമായിട്ട് ഒരു IPL ടീമിനെ ക്യാപ്റ്റൻ ചെയ്യാൻ പോവുകയാണ്. എന്താണെങ്കിലും വലിയ സക്സസ് ആകട്ടെ, ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ.